മൈത്രേയ മഹർഷി പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് വിതുരനോട് പറയുന്നു. ഇത് നമുക്ക് ചുരുക്കത്തിൽ കേൾക്കാം. മഹാപ്രളയമുണ്ടായപ്പോൾ ഭൂമി മുഴുവൻ ജലത്തിൽ മുങ്ങി. നാരായണൻ ആദിശേഷനാകുന്ന സർപ്പത്തിനു മേൽ യോഗനിദ്രയിൽ ലയിച്ചു. അഗ്നി അരണിയിലെന്ന പോലെ ജഗത്തു മുഴുവൻ തന്നിൽ ലയിപ്പിച്ച് നാരായണൻ നിശ്ചലനായി സ്ഥിതി ചെയ്തു. സത്വരജ തമോ ഗുണങ്ങൾ സാമ്യാവസ്ഥയിലായിത്തീർന്നു. അതുകൊണ്ട് കർമ്മങ്ങൾ ഇല്ലാതായി. അങ്ങനെ വളരെ കാലം കഴിഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ കാലമാകുന്ന ശക്തി സത്വരജ തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കി. അങ്ങനെ ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയ്ക്ക് മാറ്റം വന്നപ്പോൾ നാരായണന്റെ നാഭിയിൽ നിന്നും രജോ ഗുണാംശമായി ഒരു താമരത്തണ്ട് പൊന്തി വന്നു. അത് വളരെ വലിയ ഒരു താമരയായി വളരുകയും ചുറ്റുമുള്ള ഇരുട്ടിനെ നീക്കി പ്രഭാപൂരിതമാക്കി തീർക്കുകയും ചെയ്തു. അപ്പോൾ നാരായണൻ ബ്രഹ്മാവ് എന്ന മറ്റൊരു രൂപത്തിൽ ആ താമരയിലേക്ക് പ്രവേശിച്ചു. സ്വയംഭൂവാകയാൽ അവിടെ താൻ മാത്രമാണുള്ളതെന്നും വേദങ്ങളിൽ താൻ നിപുണനാണെന്നും അറിഞ്ഞു. കണ്ണുകൾ വിസ്തൃതമാക്കി നാലു പുറത്തേക്കും നോക്കിയപ്പോൾ നാലു ഭാഗത്തേക്കും നോക്കുന്നതായ 4 തലകൾ തനിക്കുണ്ടെന്ന് കാണുകയും ചെയ്തു. ബ്രഹ്മാവ് തനിക്കു ചുറ്റും ജലപ്പരപ്പല്ലാതെ മറ്റൊന്നും കണ്ടില്ല. താഴേക്ക് നോക്കിയപ്പോൾ താൻ വലിയൊരു താമരയിൽ ഇരിക്കുന്നതായി കണ്ടു. എന്നാൽ ഈ താമര എവിടെ നിന്നാണ് ഉദ്ഭവിച്ചത് എന്ന് ബ്രഹ്മാവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം താമരത്തണ്ടിന്റെ സുഷിരങ്ങളിൽ കൂടി കീഴ്പോട്ടിറങ്ങി അതിന്റെ ഉറവിടം കണ്ടെത്താൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ബ്രഹ്മാവ് സ്വസ്ഥാനത്തു തന്നെ വന്നിരുന്നു. അപ്പോൾ ചുറ്റുമുള്ള ജലത്തിൽ നിന്ന് തപ തപ എന്ന് തോന്നുമാറ് ഒരു ശബ്ദം അദ്ദേഹം കേട്ടു. ആ ശബ്ദം തപസ് ചെയ്യൂ എന്ന് തന്നോട് പറയുന്നതായി ബ്രഹ്മാവിന് തോന്നി. അങ്ങനെ ബ്രഹ്മാവ് ആ താമരയിലിരുന്ന് 100 കൊല്ലം തപസ്സനുഷ്ഠിച്ചു. അങ്ങനെ 100 കൊല്ലം ധ്യാനനിരതനായിരുന്നപ്പോൾ ബ്രഹ്മാവ് തൻ്റെ മനസ്സിൽ ആദിശേഷനാകുന്ന മെത്തമേൽ പള്ളികൊള്ളുന്ന നാരായണ സ്വരൂപം തെളിഞ്ഞു കണ്ടു. ഭഗവാനെ തൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞു കണ്ട ബ്രഹ്മാവിന് ജ്ഞാനം ലഭിച്ചു. താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ബ്രഹ്മാവ് നാരായണനെ സ്തുതിച്ച് പൂജിച്ചു. ലോകത്തെയും തന്നിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിക്കാൻ ഭഗവാൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടികർമ്മം ആരംഭിച്ചു. തുടക്കത്തിൽ ബ്രഹ്മാവ് മാത്രമേ സൃഷ്ടി നടത്താൻ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് സൃഷ്ടി ഉണ്ടായത്. ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്ന് സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്ന 4 ഋഷിമാർ ഉദ്ഭവിച്ചു. ബ്രഹ്മാവ് അവരോട് പ്രജാസൃഷ്ടികർമ്മം ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവർ മോക്ഷേച്ഛുക്കളായിരുന്നതിനാൽ സൃഷ്ടികർമ്മത്തിൽ തൽപരരായിരുന്നില്ല. ബ്രഹ്മാവ് അവരോട് കോപിച്ചു. വിവേകം കൊണ്ട് അദ്ദേഹം കോപത്തെ നിയന്ത്രിച്ചു. എങ്കിലും അദ്ദേഹത്തിലുള്ള കോപം ഒരു രൂപം പ്രാപിച്ചു. ജനിച്ചയുടൻ തന്നെ ആ രൂപം ഉറക്കെ നിലവിളിച്ചു. ഇത് കേട്ട് ബ്രഹ്മാവ് ആ രൂപത്തെ രുദ്രൻ എന്ന് വിളിച്ചു. ബ്രഹ്മാവ് രുദ്രന് 11 സ്ഥാനങ്ങളും ശക്തിയും കൽപ്പിച്ചു കൊടുത്തു. രുദ്രനെ പോലുള്ള അനവധി പേരെ സൃഷ്ടിക്കാനും കൽപ്പിച്ചു. അതിനുശേഷം ബ്രഹ്മാവ് അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, ഭൃഗു, ദക്ഷൻ, മരീചി, വസിഷ്ഠൻ, നാരദൻ എന്നിങ്ങനെ സ്വന്തം ദേഹത്തിൽ നിന്ന് 10 പുത്രന്മാരെ സൃഷ്ടിച്ചു. ബ്രഹ്മാവിൽ നിന്ന് ധർമ്മവും അധർമ്മവും ഉണ്ടായി. നിഴലിൽ നിന്ന് ഒരു സ്വരൂപമുണ്ടായി വന്നു. ആ പുത്രനെ ബ്രഹ്മാവ് കർദമൻ എന്ന് വിളിച്ചു. ഇപ്രകാരം ബ്രഹ്മാവിന്റെ ശരീരം, മനസ്സ് ഇവയിൽ നിന്നും ഈ ലോകം മുഴുവനും ഉണ്ടായി. അദ്ദേഹത്തിന്റെ 4 മുഖങ്ങളിൽ നിന്ന് 4 വേദങ്ങൾ ഉണ്ടായി. അതിനുശേഷം ബ്രഹ്മാവ് തൻ്റെ ശരീരം 2ആയി പകുത്തു. ഒരു ഭാഗം പുരുഷനും മറ്റേത് സ്ത്രീയും. അവരെ സ്വയംഭൂവമനുവെന്നും ശതരൂപയെന്നും വിളിച്ചു. ഇവർ 2 പേരും 5 മക്കളെ ഉൽപ്പാദിപ്പിച്ചു. ആകൂതി, പ്രസൂതി, ദേവഹൂതി എന്ന 3 പെൺമക്കളും പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന 2 ആൺമക്കളുമായിരുന്നു. ആകൂതി രുചി എന്ന പ്രജാപതിയെ വിവാഹം ചെയ്തു. ദേവഹൂതി കർദമനെയും പ്രസൂതി ദക്ഷനെയും വിവാഹം ചെയ്തു. ഇവരുടെ മക്കളും അവരുടെ പിന്തുടർച്ചക്കാരുമായി ലോകത്തിൽ ജനങ്ങൾ നിറഞ്ഞു.